ബി.ജെ.പിക്ക് ഇപ്പോഴും കടന്നു കയറാൻ പറ്റാത്തൊരു സംസ്ഥാനമെന്നാണ് ബംഗാളിനെ പറയുന്നത്. മമതാ ബാനർജിയുടെ നേതൃത്വ പാഠവും കൊണ്ടാണ് അത് പറ്റാത്തത്. അതല്ലെങ്കിൽ CPM നേരത്തെ ചെയ്തു പോയതുപോലെ ഈ ബംഗ്ലാദേശ് മുസ്ലിങ്ങളെ ഉൾപ്പെടെയുള്ളവർക്ക് അനധികൃതമായിട്ട് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് ബംഗാളിൽ ഈ ഭരണം മുറുക്കെ പിടിക്കുന്നതാണ് മമത ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് ആരോപണം. എന്താ വാസ്തവം? അതൊരു ശരിയല്ല. ബംഗാളിലേക്ക് BJPക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടില്ല. കടന്നു കയറിയിട്ടുണ്ട്. ഇപ്പോഴും ബംഗാൾ നിയമസഭയിൽ 62 സീറ്റുണ്ട് BJPക്ക്. 62, 63, 70 ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് എന്തോ രാജിവെക്കുകയോ പാർട്ടി മാറുകയോ ഒക്കെ ചെയ്തു. എന്തുമായിട്ട് മോർ ദാൻ 60 ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ കടന്നു കയറിയിട്ടില്ല എന്നൊക്കെ പറയാൻ പറ്റും. 2019 തെരഞ്ഞെടുപ്പ്, അതിൽ ലോക്സഭയിൽ 18 സീറ്റുണ്ടായിരുന്നു BJPക്ക്. മോശമെന്ന് പറയാൻ പറ്റും. 42-ൽ 18 സീറ്റ്. 2024 ആയപ്പോൾ അത് കുറഞ്ഞു, 2-3 സീറ്റായിട്ട് കുറഞ്ഞു. പക്ഷേ തമിഴ്നാട് നോക്ക്, ഈ പെർഫോമൻസ് പോലും ഇല്ല BJPക്ക്. അപ്പോൾ ബംഗാളിൽ BJPക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് ശരിയല്ല. എന്നാൽ തമിഴ്നാട്ടിൽ വേണമെങ്കിൽ അത് പറയുകയും ചെയ്യും. തമിഴ്നാട്ടിൽ 2-3 MLA-മാർ, പ്രത്യേക സാഹചര്യത്തിൽ 2-3 MP-മാർ, ഇതൊക്കെയാണ് തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ളത്. അല്ലാതെ BJPക്ക് അവിടെ പച്ചതൊളാൻ സാധിച്ചിട്ടില്ല. ബംഗാൾ അങ്ങനെയല്ല. ബംഗാൾ വളരെയധികം മുന്നിലാണ്. കേരളത്തിൽ നോക്ക്, പരിതാപകരമാണ് BJPയുടെ സ്ഥിതി. അതിൻ്റെ കാരണങ്ങൾ എന്തുമായിക്കോട്ടെ, ബട്ട് ഇലക്ട്രൽ റിസൾട്ടിൽ BJPക്ക് സീറ്റില്ലാതെ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോക്സഭാ സീറ്റ് കിട്ടുന്നത്. അപ്പോൾ ബംഗാളിനേക്കാൾ മോശപ്പെട്ട സംസ്ഥാനങ്ങളാണ് BJPയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടും കേരളവും. ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഈ 3 സംസ്ഥാനങ്ങളാണത്. അതിൽ BJPയുടെ പ്രിയോറിറ്റി ബംഗാളായിരിക്കും. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പ്രവർത്തക യോഗത്തിൽ മോദി പറഞ്ഞു, ഗംഗ പാറ്റ്നയിലൂടെ ബംഗാളിലേക്കാണ് ഒഴുകുന്നത്. അതിനർത്ഥം അതാണല്ലോ, അടുത്തത് ബംഗാളാണ്. ബംഗാളിൽ ഒരു അബദ്ധം BJPയും ചെയ്തിട്ടുണ്ട്. ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ, നുഴഞ്ഞുകയറ്റക്കാർ, 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് 1971-ലെ യുദ്ധത്തിൽ സർവവും നഷ്ടപ്പെട്ട് ഓടി വന്ന അഭയാർത്ഥികൾ, റെഫ്യൂജീസ്. അതിന് ശേഷവും അതിന് മുമ്പുമൊക്കെയാണ് ഈ നുഴഞ്ഞു കയറുന്നത് എപ്പോഴും മുസ്ലിങ്ങളായിരിക്കും. ഹിന്ദുക്കൾക്ക് നുഴഞ്ഞു കയറേണ്ട ആവശ്യമില്ല. അവർ ഒന്നുമില്ല, അവിടെ ശാന്തമായിട്ട് ജീവിക്കും. അവിടെ ജീവിക്കാൻ നിർവാഹമില്ലാതാകുമ്പോൾ ഇവിടെ അഭയാർത്ഥിയായിട്ടുണ്ട്. മുസ്ലിങ്ങൾ അങ്ങനെയല്ല. പല ആവശ്യത്തിനും, ബിസിനസ് ആവശ്യത്തിനും, സുഖമായിട്ട് ജീവിക്കാൻ, കുറേ കൂടെ നല്ല സാഹചര്യങ്ങൾ കിട്ടാൻ, ഇതിനൊക്കെ ആയിട്ട്, അതിനായിട്ട് നിങ്ങൾക്ക് വേറൊരു രാജ്യത്തേക്ക് പോകാൻ പറ്റില്ല. അമേരിക്കയിലേക്ക് എനിക്ക് പോകണം, എന്താ കാര്യം? കേരളം അത്ര സുഖമില്ല, അമേരിക്ക നല്ലതാണ്, അതുകൊണ്ട് ഞാനിവിടെ നോ. അമേരിക്ക എന്നല്ല, ഒരു രാജ്യവും സമ്മതിക്കില്ല. അങ്ങനെയുള്ള കുടിയേറ്റം വിലക്കപ്പെട്ടത്. അപ്പോഴാണ് ആളുകൾ നുഴഞ്ഞു കയറുന്നത്. അങ്ങനെ നുഴഞ്ഞു കയറിയവരാണ് വർഷങ്ങളായിട്ട്, അതിനുശേഷം പല സംഭവങ്ങളെ തുടർന്നും ഇതുപോലെ പല സാഹചര്യങ്ങളിലും നുഴഞ്ഞുകയറ്റം നടന്നുകൊണ്ടിരുന്നു. അവരെ വോട്ട് ബാങ്കാക്കിക്കൊണ്ടാണ് മമത നിൽക്കുന്നത്. ഇതുപോലൊരു വോട്ട് ബാങ്ക് BJPക്ക് ഉണ്ടാക്കാമായിരുന്നു. അതാണ് മത്തുവ ഒരു സമുദായം. അവർ സമുദായ ശ്രേണിയിൽ ശൂദ്രന്മാരെന്ന് വിളിക്കാൻ വേണം. ഹിന്ദുക്കളാണ്, വളരെ ശക്തരായ ഹിന്ദുക്കളാണ്. അപ്പോൾ അവർ ബംഗ്ലാദേശിൽ നിന്ന് വന്നു. അവരവകാശപ്പെടുന്നത് ഞങ്ങൾ 5 കോടിയുണ്ട് ജനസംഖ്യ. ആസാമിലുമൊക്കെ അവരുണ്ട്. ഒരു പക്ഷേ മൊത്തം ജനസംഖ്യ ആയിരിക്കും അവർ പറയുന്നത്. സർക്കാർ കണക്കിൽ 1.25 കോടി എന്ന് പറയുന്നു. അങ്ങനെ അവരെത്രയുണ്ട് എന്നുള്ളതിന് കണക്കില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് പൗരത്വം കൊടുക്കാം എന്ന് പറഞ്ഞു BJPക്ക് കൊടുക്കാൻ പറ്റിയില്ല. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നെങ്കിലും അതിൻ്റെ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ താമസിച്ചു എന്നൊക്കെ പറഞ്ഞ് സാങ്കേതികമായിട്ട് അത് വിട്ടുപോയി. അപ്പോൾ 42-ൽ 18 സീറ്റ് കിട്ടിയ BJPക്ക് 42-ൽ 2 കുറഞ്ഞത് പൗരത്വം കൊടുക്കാഞ്ഞിട്ടാണ്. ഇപ്പോൾ BJP ധൃതി പിടിച്ച് ആ പൗരത്വം കൊടുക്കുന്ന പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞു ബംഗാളിൽ. ബംഗ്ലാദേശ് ഈ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാനായിട്ട് SIR വരുന്നു. ഈ SIR-നെ ബീഹാറിൽ
രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒരുപോലെ എതിർത്തതാണ്. എന്നിട്ട് അവർ തോറ്റുപോയി. അപ്പോൾ SIRനെ എതിർക്കുക എന്നുള്ള പോയിൻ്റ് BJPയെ തോൽപ്പിക്കുന്നില്ല. തോൽപ്പിക്കാനത് പോരാ. SIRനെ മമതാ ബാനർജി എതിർക്കുന്നൊക്കെയുണ്ട്. ബട്ട് എതിർത്താൽ തോറ്റുപോകുമെന്ന് ബീഹാർ തെളിയിച്ചു. ഓവർവെൽമിംഗ് ആയിട്ട് SIRന് അനുകൂലമായിട്ട് ആൾക്കാർ വോട്ട് ചെയ്തു. അതുകൊണ്ടാണല്ലോ അത്ര വോട്ടിംഗ് ശതമാനം കൂടിയതിൻ്റെ ഒരു കാരണം നമുക്ക് SIR ആണെന്നും കൂടെ പറയാം. അപ്പോൾ കുറേയധികം വോട്ടർമാർ പുറത്തു പോവുകയും ചെയ്തു. അവർ പട്ടികയിലില്ലാത്തവരല്ലേ, അതുകൊണ്ടല്ലേ അങ്ങനെ അതെ സംഭവിച്ചത്? അതെ, പട്ടികയിലില്ലാത്തവർ, മരിച്ചുപോയവർ, ഡബിൾ വോട്ടുള്ളവർ, ഇവരെയൊക്കെയാണ് SIRൽ പുറത്താക്കുന്നത്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, ഇൻറ്റൻസീവായിട്ട് ഡീപ്പായിട്ട് അന്വേഷിച്ച്, ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിൽ BLO വന്ന് ഫോം തന്നിട്ട് പോയിട്ടുണ്ട്, അത് ഫിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ ഓരോ വീട്ടിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അത് അവിടുത്തെ യഥാർത്ഥ താമസക്കാരനും വോട്ടറുമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അയാളെ പട്ടികയിൽ ചേർക്കുക. അങ്ങനെ അല്ലാത്തവരെ നീക്കുക. അങ്ങനെയാണ് ഈ ലക്ഷക്കണക്കിന് പേര് പുറത്തു പോകുന്നത്, ലക്ഷക്കണക്കിന് പേര് അകത്തേക്ക് കയറി വരുന്നത്. ഈ പ്രക്രിയയെ ഇവർ എതിർക്കുന്നത് എന്തിനാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, എൻ്റെ അച്ഛൻ മരിച്ച് 10 കൊല്ലമായി, അച്ഛനെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റേണ്ടതല്ലേ? അച്ഛൻ്റെ പേരിൽ വേറെ ആരും വോട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷെ പട്ടികയിൽ ഇങ്ങനെ പേര് കിടക്കുന്നു. ഏത് സെൻസിബിൾ മനുഷ്യനും എൻ്റെ അച്ഛൻ്റെ പേര് പട്ടികയിൽ നിന്ന് മാറ്റേണ്ടതല്ലേ? അച്ഛൻ മരിച്ചിട്ട് വർഷം 10ആയി. അപ്പോൾ അത് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇടതുപക്ഷവും കോൺഗ്രസും ബഹളം വയ്ക്കുമ്പോൾ ഈ മനുഷ്യൻ അന്താളിച്ചു, ഇതെന്തൊരു ബഹളം, ഇതെന്ത് ഭ്രാന്ത്, ഇത് മാറ്റേണ്ടതല്ലേ? അത് മാത്രമല്ല, എൻ്റെ മകന് 20 വയസ്സായി, 18 വയസ്സിൽ വോട്ടവകാശമുള്ള ആളാണ്. അവനവിടെ ഇവിടെയും ജോലി ചെയ്തെന്നപ്പോൾ എന്തിന് വോട്ടർ പട്ടികയിൽ ഇതുവരെ ചേർത്തിട്ടില്ല. അവനെ ചേർക്കണ്ടേ? ആവുന്നും പറ്റും, SIR വേണ്ട, ഒന്നും വേണ്ട. ഇതെന്തൊരു ഭ്രാന്ത്. എൻ്റെ മരിച്ചുപോയ അച്ഛന് വോട്ടുണ്ട്, പുള്ളിക്ക് മരിച്ചു പോയില്ല, വോട്ട് ചെയ്യാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്ന മകന് അവനെ വോട്ട് ചെയ്യേണ്ടെന്ന്. ഈ ഭോഷ്ക്ക് ജനങ്ങൾ, സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, ഇത് വോട്ടർ പട്ടിക പുതുക്കണ്ടേ? ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്, ഈ തുഞ്ചത്ത് പുതുക്കണോ? ജോലിഭാരം, സമ്മർദ്ദം. ശരി, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴോ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉടനെ വരികയല്ലേ? അതിന് മുമ്പായിട്ട് നമുക്ക് പുതുക്കിയാൽ പോരെ? അത്രയും വോട്ടർമാരെ കൂടെ ചേർക്കരുതോ? അവസാനം അല്ലേ? ശരി, വയ്ക്കാം. അവിടെ വെച്ച് കഴിയുമ്പോൾ ഇവർ പറയും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു, അതിനിടയ്ക്കാണോ SIR? ഇതെന്തൊരു ലോജിക്കാണ്? തിരഞ്ഞെടുപ്പിന് മുമ്പ് SIR വേണ്ട, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് SIR ചെയ്യാം. ആ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നു, അതുകൊണ്ട് SIR വേണ്ട. ഇവർക്ക് വേണ്ടത് ഇവരുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന വോട്ടർ പട്ടികയിൽ ഇവരുടെ കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മതി, അത്രയൊക്കെ മതി. അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ജോലിഭാരം, സമ്മർദ്ദം, BLO, ആത്മഹത്യ ചെയ്തു, എന്ത് ഫൂളിഷ്നെസ്സാണ് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഇഫ് യു ആർ അണ്ടർ പ്രഷർ, യു ഗോ ടു എ ഹോസ്പിറ്റൽ, ഡോക്ടർ, മെഡിക്കൽ ലീവ് എടുക്കുക. എനിക്ക് വയ്യ, എനിക്ക് ഇത്രയും ലോഡ് താങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ബ്രേക്ക് ഡൗൺ അയക്കണം. നിങ്ങൾക്ക് മെഡിക്കൽ ലീവ് എടുക്കാം. ഇതാരോ തൂക്കിക്കൊല്ലാൻ പിടിച്ചു. ഇതൊക്കെ SIRനെതിരെയുള്ള ഒരു പ്രചരണം, ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ BLOയുടെ ആത്മഹത്യയുടെ യഥാർത്ഥ വിവരം പിന്നീട് എപ്പോഴെങ്കിലും പുറത്തു വരും. ഐ ഡോണ്ട് തിങ്ക് 4 ജോലി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ ഒരാൾ പോയി തൂങ്ങിച്ചാവുക. എടുക്കാൻ പറ്റാത്ത ഭാരം ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ അതിന് മരിക്കാൻ പോകുന്നത് എന്തിനാണ്? ആ ഭാരം എടുക്കാതിരിക്കുക. 110 ഇവരൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരല്ലേ ഇവരെല്ലാം, അല്ലാതെ പ്രൈവറ്റ് കോൺട്രാക്ട് വർക്കേഴ്സൊന്നും അല്ല. ഈ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രാന്താണ്. സീറ്റ് കിട്ടിയില്ല, ആത്മഹത്യ ചെയ്തു. സീറ്റ് കിട്ടാമായിരുന്നു, ജയിക്കാമായിരുന്നു, അത് തോറ്റുപോയി. ഇനിയിപ്പോൾ നോക്കിക്കോ, തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ ആത്മഹത്യകൾ തുടങ്ങും. അടുത്ത സ്റ്റെപ്പ് കൊലപാതകമായിരിക്കും. പക്ഷേ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ പോലും ഈ മോദിയെ കർശനമായിട്ട് എതിർക്കുന്ന ഈ മമതാ ബാനർജി വെല്ലുവിളിക്കാൻ BJPക്ക് സാധിക്കുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഞാൻ കമ്മിങ് ബാക്ക് ടു ഒറിജിനൽ പോയിന്റ്, ഈ മതുവ സമുദായത്തിന് പൗരത്വം കൊടുക്കാനുള്ള നടപടികൾ BJP വളരെ വേഗത്തിൽ ബംഗാളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതികരിക്കാത്ത ഏക സ്ത്രീ
മമതാ ബാനർജിയാണ്. അതെ. ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് സ്റ്റാലിൻ വരെ പ്രതികരിച്ചു. പ്രതികരണം ശരിയോ തെറ്റോ എന്നുള്ളതല്ല, പ്രതികരിച്ചു. മമത മിണ്ടിയിട്ടില്ല. അതിന് കാരണം ഇതാണ്, മമതയ്ക്ക് കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ, അരവ് നേരെ തിരിച്ചോ, ഈ സാധനമാണ് മമതയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ മോദി ഒന്നും കാണാതെ അല്ല അത് പറഞ്ഞത്. ഗംഗ ബംഗാളിലേക്ക് ഒഴുകുന്നു എന്ന് പറഞ്ഞത്. മോദി അവിടെ ഗ്രൗണ്ട് വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. നമ്പർ 2, ഈ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതൊക്കെ അമിത്ഷാ ബീഹാർ തിരഞ്ഞെടുപ്പിന് മുമ്പ് പട്നയിൽ ക്യാമ്പ് ചെയ്തിട്ട് 102 വിമതന്മാരെ നേരിട്ട് കണ്ടു, ഹോട്ടലിൽ വിളിച്ച് വരുത്തിയിട്ട്. 102 വിമത സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ളവർ, അസംതൃപ്തർ, 102 പേരോട് 2 ദിവസം കൊണ്ട് സംസാരിച്ച് അവരെ ഒതുക്കി. വേറെ ഏതെങ്കിലും പാർട്ടി ഇത് ചെയ്യുന്നത് സിവിജി കണ്ടിട്ടുണ്ടോ? ബാക്കി സ്ഥലത്തൊക്കെ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നോക്കി ആത്മഹത്യ, നെഞ്ചത്തടി, നിലവിളി, ഇതൊക്കെ. ഈ പാർട്ടി നേതാവ് ഇതിനൊരു സമയം കണ്ടെത്തുക, വിളിക്കുകവരെല്ലാം ഏതൊക്കെ വാർഡിൽ എന്താ പ്രശ്നം, എന്താ നിങ്ങളുടെ പ്രശ്നം, ഒറ്റയ്ക്ക് ചോദിക്കുക. അപ്പോൾ ഈ പലർക്കുമൊക്കെ ഉണ്ടല്ലോ ഇവരുടെ കൂടെ, ബീഹാറിൽ നടന്നത് അങ്ങനെയാണ്. അമിത്ഷായുടെ കൂടെ ഒരു സെൽഫി എടുക്കണം അയാൾക്ക്, അത്രയേ ഉള്ളൂ. സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ വേണ്ട, അത് പിന്നെ നോക്കാം. അമിത്ഷാ സെൽഫി എടുക്കുന്നു, ഇയാളത് ഫേസ്ബുക്കിൽ കണ്ടു, ഐ ആം വെരി ക്ലോസ് ടു അമിത്ഷാ എന്നൊക്കെ പറഞ്ഞ് ഡീക്കടിച്ചിട്ട് നാട്ടിലിങ്ങനെ നടക്കും. ഇതേ ആവശ്യമുള്ളൂ, അതങ്ങ് നിർവഹിച്ചു കൊടുക്കുക. മനുഷ്യരില്ല, രാഷ്ട്രീയത്തിൽ പലവിധ താല്പര്യങ്ങളാണല്ലോ. ഇങ്ങനെ ഈ വിമതന്മാരെ ഇല്ലാതാക്കുക, ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ വരാത്ത രീതിയിൽ അത് കൊണ്ടുപോകണമെങ്കിൽ രാപകല അധ്വാനിക്കണം, അനുസരിച്ച് വെറുതെ ഒന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്താണ് ബീഹാർ അവർ ജയിച്ചത്. അത് തന്നെ ബംഗാളിലും അവർ ചെയ്യും. ബംഗാളിൽ ഹോളില്ല, BJPക്ക് കടന്നു കയറാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല, കയറിയുമൊക്കെ കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.